ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ കേരളത്തിൽ നമ്മൾ എല്ലാവരും, അതായത് ഒരു 5 വയസ്സ്, ഇപ്പോൾ 5 വയസ്സ് തുടങ്ങിയിട്ട് ഒരു 70 വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൈക്കിളിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മോട്ടറൈസ്ഡ് സൈക്കിളായി, ഇലക്ട്രിക്കലായി. നമുക്കിപ്പോൾ നാട്ടിലാദ്യം ലോണുണ്ട്, അങ്ങനെ പല വണ്ടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യണം, അതായത് പെട്രോൾ യൂസ് ചെയ്യണം. ഇവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് പുതിയൊരു വേർഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രിക് സൈക്കിളിലേക്ക് മാറുന്ന ഒരു കാലമാണ്. കാലത്തിൻ്റെ ഈ ചേഞ്ച് അനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നൊരു പ്രൊഡക്റ്റാണ് ഇലക്ട്രിക് സൈക്കിൾ. ആ ഇലക്ട്രിക് സൈക്കിൾ എന്ന് വെച്ചാൽ നമുക്കതിന് പല സ്പീഡിൽ പോകാൻ, നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ ചെറിയൊരു കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ, ഇതിനൊക്കെ നമുക്കിപ്പോൾ എല്ലാവരും സൈക്കിളുകൾ ചവിട്ടി പോകുന്നതോടെ തന്നെ ഒരു സപ്പോർട്ടിന് നമ്മുടെ ആ ബാറ്ററി പവറിൽ ഒരു സപ്പോർട്ടിൽ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും ടയേർഡ് ആവില്ല. അതുപോലെ തന്നെ നമുക്കൊരു എക്സസൈസ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റുക. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്ര സ്പീഡ് വരെ പോകും എന്നൊക്കെ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിനി സൈക്കിളിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ആ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഒരു പിക്ചർ കണ്ടില്ലേ, ഇനി ഇത് നോക്കാം. നമ്മളിവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇത് പറയുന്നുണ്ട് ഹൈപ്പർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഹൈപ്പർ ഇ ബൈക്ക്, അതായത് സൈക്കിളിന്, ഇവിടെ സൈക്കിളിന് സാധാരണ ബൈക്ക് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബൈക്ക് അറിയാണ്ട് എൻ്റെ വായിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഹൈപ്പർ ഇ ബൈക്കാണ്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഈ വീൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ഇഞ്ചാണ്. എൻ്റെ വീൽ സൈസ് വരുന്നത് 26 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സർവർ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഷോക്ക് അബ്സർവർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിരിക്കും അത്. അപ്പോൾ അത് നമുക്കറിയാം, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ്. ആദ്യമേ ഷോക്ക് അബ്സർവറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മോഡലിലാണ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ എൻ്റെ ഹാൻഡിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കംഫർട്ടബിൾ ഹാൻഡിലാണ്, നല്ല ഗ്രിപ്പാണ്. നമ്മുടെ ഈ പാമിൻ്റെ സൈഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് പോകുമ്പോൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് സ്കിഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നല്ല ഗ്രിപ്പും ഉണ്ട്. എപ്പോഴും ഇവിടുത്തെ ഒരു വണ്ടിക്ക് ഒരു വാർണിംഗ് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. നമ്മുടെ വേറെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞ എല്ലാ വണ്ടിക്കുള്ള സംഭവമാണ്. അത് എല്ലാവരും അതൊരു ലോയാണ് ശരിക്കും. വേറെ ഹെൽമെറ്റ് വെൻ യു റൈഡ് എന്നും പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന ഒരു ലോയാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇപ്പോൾ ഗിയർ സിസ്റ്റം വരുന്നത് ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നത്. 6 ഗിയർ ഉണ്ട്. ഞാൻ അതിൻ്റെ ബാക്കിൽ പോകുമ്പോൾ കാണിച്ചു തരാം, അതെവിടെയാണ് 6 ഗിയർ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രെയിം, ഈ വണ്ടിയുടെ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അലൂമിനിയം ഫ്രെയിമാണിത്. ലോ വെയിറ്റ് ആണ്, അലൂമിനിയം ഫ്രെയിമാണിത് വരുന്നത്. വെയിറ്റ് നമ്മൾ പറഞ്ഞു, ബൈക്ക് വരുന്നത് 50.7 LB ആണ്. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു 22 കിലോഗ്രാം വെയിറ്റ് വരും. അപ്പോൾ നമുക്ക് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അത് ഇൻക്ലൂഡിങ് ബാറ്ററി ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് ബാറ്ററിയാണ് ആ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആ ബാറ്ററിക്ക് മാത്രമായിട്ട് ഒരു 13 പൗണ്ട് വരും. 13 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 കിലോൻ്റെ അടുത്ത് നമുക്ക് വെയിറ്റ് ബാറ്ററിക്ക് മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് മൊത്തമാണ് 22 ഇത് വരുന്നത്. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ സീറ്റിംഗ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, ലീൻ സീറ്റിംഗ് ആണ്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, സ്ക്വിഷിയാണ്, മറ്റേ സ്പഞ്ചിയാണ്, കുറച്ച് നല്ല റൈഡിങ് കംഫർട്ടബിൾ ആണ്, വളരെ സുഖമാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനം നമുക്കിതാണ്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതോടെ നോബാണ് ഇത് വരുന്നത്. നമുക്ക് ക്ലീനായിട്ട് നമുക്ക് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്പാനറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ ചെയിനാണ്,
ഓയിൽ ചെയിൻ വന്ന പെഡലാണെങ്കിൽ പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഈ പൊസിഷനിൽ വെച്ച് തന്നെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. ബാറ്ററി ഊരണ്ട നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട്. ഇവിടെ ശരിക്കും ഇവിടെ ഒരു ബാറ്ററി ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് കഴിഞ്ഞിട്ട് അതിലേക്ക് കൊണ്ട് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കാണുന്നു വിചാരിക്കുന്നു, എല്ലാവരും കാണുന്നു വിചാരിക്കുന്നത് ഒരു നോബ്. ഓക്കെ, അതിനെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ കഴിഞ്ഞായിട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സിസ്റ്റം വരുന്നത് ഇവിടെ ഒറ്റ പല്ല വരുന്നത്, ഇവിടെ സിംഗിൾ പല്ല വരുന്നത്, ഇവിടെ ഈ ബാറ്ററിയുടെ ഇത് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി മിക്കവാറും ഇപ്പോൾ നാട്ടിൽ ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ റീൽസ് നല്ല നല്ല ഉഗ്രൻ റീൽസാണ്. ഈ ഫിഷിംഗ് റോഡ്സ് വരുന്നൊരു കമ്പനിയാണ്, റീൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഷിമാനോ എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം തന്നെ മോട്ടറും ഗിയർ സിസ്റ്റം ഒക്കെ അവരുടെ കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണിത്. നമ്മൾ ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ മോട്ടർ വരുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ 6 സ്പീഡാണ് ഇതിൽ വരുന്നത്. 6 ഗിയർ സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് എണ്ണയൊക്കെ വരെ 1 2 3 4 5 6 ഇത് വരുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഉണ്ടോ. പിന്നെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ കേബിളാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കേബിൾ സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്യുന്നത്. രാത്രി റൈഡിനായിട്ട് റിഫ്ലാക്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. കാലിൻ്റെ മുട്ട് നീരില്ല. കാലിൻ്റെ മുട്ട് നീരുന്നൊരു നമുക്ക് റൈഡേഴ്സിന്, സൈക്കിൾ റൈഡേഴ്സിൽ ഒരു എഫക്റ്റ് കുറയുന്ന പറയാം. നമ്മളുടെ ആ കാലിന് മുട്ട് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നീരണം, കറക്റ്റ് ആ പൊസിഷനിൽ നീർന്ന് വരണം എന്നാ പറയുക. ഈ റൈഡേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കി നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കംഫർട്ട് ലെവലിൽ നമുക്ക് കാലുമേ സീറ്റുമേ നമ്മൾ ഇങ്ങനെ കാല് കുത്തണ്ടേ. നമ്മൾ ഇറങ്ങുമ്പോൾ കാല് ഇങ്ങനെ കുത്തി നിൽക്കണം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഇതുപോലെ നമ്മൾ കയറുമ്പോൾ അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് കാണിക്കാം. ഞാൻ എൻ്റെ കാലിവിടെ നമുക്ക് നീർന്ന് വരുന്നുണ്ട്. കണ്ട ആ ഒരു കാല് ശരിക്കും നീർന്ന് വരണം. ആ പൊസിഷൻ കാല് നീർന്ന് വരുമ്പോഴാണ് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ, അതായത് റൈഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ആ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി നമ്മൾ ഓണാക്കാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ LED ലൈറ്റും വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. ബാറ്ററി ഓണാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓണാക്കുക. അപ്പോൾ ഇവിടെ 3 ലൈറ്റ് എത്തും. ഫുള്ളി ചാർജ് ആണെങ്കിൽ 3 ലൈറ്റ് എത്തും. ഇപ്പോൾ ചാർജ് കുറയുമ്പോൾ അതനുസരിച്ച് ഇതിൽ ലൈറ്റ് കുറയും. കണ്ട അത് ഫുള്ളി ചാർജാണ്. ഇപ്പോൾ 3 ലൈറ്റ് എത്തും. ഇനി അതേപോലെ തന്നെ ഈ ബാറ്ററിയുടെ എഫക്റ്റ് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് ഇവിടേക്കാണ്. നമ്മൾ ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് നേരെ വരുന്നത് ഈ ഒരു സിസ്റ്റത്തിലേക്കാണ്, ഒരു ഡിവൈസിലേക്ക്. ഇതാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കതിന് പവർ അറിയണം. ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇതിപ്പോൾ ഫുൾ പവറാണ് ഇതിൽ. ഇത് മോഡ്സ് വരും. ഈ മോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചവിടുമ്പോൾ ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്, അങ്ങനെ 3 ലോ, മീഡിയം, ഹൈ. ഇതിലാണ് നമ്മൾ സ്പീഡ് വരുന്നത്. ഇപ്പോൾ ആദ്യത്തിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഏകദേശം ഒരു 18 കിലോമീറ്റേഴ്സ് വരും, പിന്നെ ഒരു 25 വരും, പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഒരു 32 കിലോമീറ്റേഴ്സ് വരെ നമുക്കൊരു സ്പീഡ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും. നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ മോട്ടറിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാം മാനുവലായി. ബാറ്ററി ഇവിടെ ഓൺ ആയിരിക്കും, പക്ഷേ ഇത് മാനുവലായി. പിന്നെ എന്നിട്ട് നമുക്ക് സ്ലോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്യും. 4 മണിക്കൂർ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തിട്ട് 1 മണിക്കൂർ റൈഡ് നമുക്ക് പറ്റും. ഏകദേശം ഒരു 32 കിലോമീറ്റർ നമുക്ക് റൈഡ് ചെയ്യാം. അതായത് ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ മൈൽസ് പറയുകയാണെങ്കിൽ ഒരു 20 മൈൽസ് 22 മൈൽ വരെ നമുക്ക് റൈഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ആവേശത്തിന് ഒരു വശത്തേക്ക് അങ്ങോട്ട് പോകും. തിരിച്ചിങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എത്രയും പോയി വീട്ടിലേക്ക് ഇത്രയും പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ആ ഒരു പവറും മോട്ടറിൻ്റെ പവറും ബാറ്ററിയുടെ ഇതുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ടയേർഡ് ആകുമ്പോൾ നമ്മൾ സ്പീഡ് എടുക്കുക. നമ്മളിപ്പോൾ ടയേർഡ് ആയില്ലെങ്കിൽ നമ്മൾ സാധാരണ ചവിട്ടറോണ് തന്നെ സൈക്കിൾ ചവിട്ടുക. വണ്ടിയാണെങ്കിൽ വളരെ സ്മൂത്തുമാണ്. നമ്മൾ മറ്റുള്ള സൈക്കിൾ പോലല്ല, കുറച്ചും കൂടിയും സ്മൂത്താണ് വണ്ടി. അപ്പോൾ നമുക്ക് പോകാനും നല്ല സുഖമാണ്. അതേപോലെ നമുക്ക് ടയേർഡ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് പോവുകയും ചെയ്യാം. തിരിച്ചു വരാനും നമുക്ക് യൂസ്ഫുള്ളാണ്. ഏറ്റവും ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ ചവിട്ടുക, തിരിച്ചു വരുമ്പോൾ മോട്ടർ യൂസ് ചെയ്യുക. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരിക്കും സംഭവം. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല നമ്മൾ പൊളിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാ
ഒന്ന് പോയാലോ, നമുക്കൊന്ന് റൈഡ് പോയാലോ? ഓക്കെ, നമ്മൾ സ്പീഡ് ടെസ്റ്റ് നോക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് km/h. ഇത് നമുക്ക് ഒരു ആപ്പ് അവൈലബിൾ ആണ്, ഗൂഗിളിൽ അവൈലബിൾ ആണ്, സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ആപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്, സ്പീഡ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മൈൽസ്/h എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കതെല്ലാം ഇപ്പോൾ കിലോമീറ്ററിലാണ് ഇപ്പോൾ കിടക്കുന്നത് നിലവിൽ. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് അതിൻ്റെ സ്പീഡ് വരാമെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് നോർമൽ മാനുവൽ മോഡ്. Just present. Okay, it's kicking. You can hear the motor sound. That's in the first mode. Second. And also third. I turned off. It's good to go. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് നേരത്തെ ഒന്ന് ഞാൻ സൂചിപ്പിച്ചു പോയെന്നുള്ളൂ, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റിഫ്ലാക്ടർ വരുന്നുണ്ട്, 4 റിഫ്ലാക്ടർ വരുന്നുണ്ട് ഇതിന്. ഇപ്പോൾ നമ്മൾ നൈറ്റ് റൈഡേഴ്സിനൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾക്ക് കാണാനാണെങ്കിൽ ആ റിഫ്ലാക്ടറിൻ്റെ യൂസ് നമുക്കറിയാം. ഒന്ന് വീലും 2 വീലുമേ ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിൽ, ഇവിടെ ഒരു ഫ്രണ്ടിലൊരു റിഫ്ലാക്ടർ വരുന്നുണ്ട്, ഇവിടെ റിഫ്ലാക്ടർ. അതേപോലെ തന്നെ ബാക്കിൽ, സീറ്റിൻ്റെ ബാക്കിൽ ഒരു റെഡ് റിഫ്ലാക്ടർ വരുന്നുണ്ട്. അങ്ങനെ 4 റിഫ്ലാക്ടർ വരുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് ആണ്. നമ്മളിപ്പോൾ എത്രയും കാര്യങ്ങൾ പറഞ്ഞു, കുറേ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതിൻ്റെ പ്രൈസിങ് ആണ് നമ്മൾ പറയുന്നത്. പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. വാൾമാർട്ടിൽ 600-ന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബിലോ 600 ആണ് വരുന്നത്. ഇനി നമ്മൾക്കിപ്പോൾ നവംബറാണ്, എല്ലാവർക്കും അറിയാം. താങ്ക്സ് ഗിവിങ്, ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും നോക്കി നിൽക്കുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്കിത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളത് നോക്കുക. ഇത്രയും പ്രൊഡക്റ്റിന് ഈ പ്രൈസിൽ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ലത്. ഇതിൻ്റെ ബാറ്ററി പവർ തന്നെ 250 വാട്ട്സ് ബാറ്ററി പവർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഇത്രയും സമയവും റൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കാണാൻ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.